ഓക്കെ. സോ ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ മൈസൂരാണ്. അപ്പം മൈസൂരിൽ ഡോക്ടർ രാജ്കുമാർ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ബേക്കറി ഉണ്ട്, ശ്രീകൃഷ്ണ ബേക്കറി എന്ന് പറയും. സോ അവിടെ അവക്കാഡോ ജ്യൂസ് ഓർഡർ ചെയ്തതാണ്. കാരണം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു വെൽ റെപ്രസെൻറ്റേഷൻ. അതിൽ കൂടെ ഇവിടെ കുറച്ച് രസമലായി അല്ലേ, രസമലായി ഒക്കെ അമ്മ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ആൻഡ് കുറച്ചുകൂടെ ബ്രൗണി പോലത്തെ നല്ല രസമുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. ഓട്ടോ വഴിയിട്ടാണ് സഞ്ചാരമല്ല ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഒരു നല്ലൊരു ഓട്ടോക്കാരനെ കിട്ടി. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം നമ്മൾ വീണ്ടും സഞ്ചാരം വൃന്ദാവൻ ഗാർഡനിലേക്കായി. ഓക്കെ, അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ പകലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാധാരണയായിട്ട് ഇതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ സന്ധ്യ സമയത്താണ് വന്നത്, ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ കാണാനൊരു പ്രത്യേകത തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇങ്ങനെ പകൽ സമയം നോക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ഔട്ടിംഗ് ഡേ ആണ്. മൈസൂർ. ഞങ്ങളിപ്പോൾ വൃന്ദാവൻ ഗാർഡനിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ അന്നൊരു ദിവസം വൈകുന്നേരമാണ് വന്നത്. അയ്യോ, ഒന്നും പറയണ്ട, അത്രയും റഷായിരുന്നു. അപ്പം ഞങ്ങൾ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്തു. കുറച്ച് ആരില്ല കേട്ടോ, 1 2 ഞങ്ങൾ അങ്ങോട്ട് വന്ന സമയത്ത് 2 3 ആൾക്കാർ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ. പക്ഷെ വൈകുന്നേരം 7 മണിക്കൊക്കെയാണ് ഇവിടെ ലൈറ്റ് ഓണാവുക. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കടകളാണ് ഈ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈവനിങ് ആകുമ്പോൾ എല്ലാം ഓപ്പൺ ആവും കേട്ടോ. ഭയങ്കര റഷുമായിരിക്കും ഇവിടേക്ക്. മുമ്പ് ഞാൻ വരുമ്പോൾ ഓർക്കുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് കടന്ന് അകത്തേക്ക് പോകാൻ തന്നെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്, എനിക്ക് വരണമെന്ന് വലിയ ആഗ്രഹമില്ലായിരുന്നു. കാരണം ഞങ്ങൾ അന്ന് വന്നപ്പോൾ നന്നായിട്ട് എല്ലാ സ്ഥലവും കണ്ടിട്ട് പോയതാണ്. പിന്നെ സുരേഷ് ഏട്ടൻ വന്നിട്ടില്ല, ഹസ്ബൻഡ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം വന്നതാണ്. പുള്ളി അങ്ങനെ റെയറായിട്ടാണ് ഇതുപോലെ കാഴ്ചകൾ കാണാൻ വരുന്നത്. ഇവിടെ 1 2 കടകൾ ഇതിനുള്ളിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാമായിരിക്കും തുറന്നിരിക്കും. ഇതെല്ലാം ഇങ്ങനെ തുറന്നിരിക്കും. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അങ്ങനെയാണ്. ഇവിടെയുള്ള ഒരു പ്രത്യേകത നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റും. ആളുകളുടെ സൗണ്ടല്ല, കിളികളുടെ സൗണ്ടുകളാണ് കേൾക്കുന്നത് കൂടുതലും. ചിൽ സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. കുറച്ചും കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പം നദിയുടെ കളകളാരവും കേൾക്കാൻ പറ്റും നമുക്ക്. കാവേരി നദിയുടെ. മൈസൂരിലെ ഒഡയാർ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഏറ്റെടുത്ത ഒരു എഞ്ചിനീയറിംഗ് നേട്ടമാണ് കൃഷ്ണരാജ സാഗർ അണക്കെട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ മാണ്ഡി ജില്ലയിലെ കൃഷ്ണരാജസാഗർ അണക്കെട്ട്. ഇതിൻ്റെ സമീപത്താണ് കാവേരി നദിയിലെ അണക്കെട്ട്. ഇതിൻ്റെ സമീപത്താണ് വൃന്ദാവൻ ഗാർഡൻസ്. കാവേരി നദിയുടെ കുറുകെയാണ് ഈ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റിൻ്റെ രൂപകൽപ്പനയാണിത്. പൂവൊന്നും ഇല്ലെങ്കിലും നമുക്ക് നടന്നു കാണാനും ഭംഗി ആസ്വദിക്കാനും ഒരു വല്ലാത്ത അട്രാക്ഷനാണ് കേട്ടോ. ഇവിടെ ദേവിയുടെ കാവേരി റിവറാണ്.
പക്ഷെ ദേവിയുടെ വിഗ്രഹമാണ് ഇവിടെ കേട്ടോ. ഞാൻ എൻ്റെ ഓർമ്മയിൽ അത് കൃഷ്ണ വിഗ്രഹമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. പക്ഷേ ദേവിയുടെ വിഗ്രഹമാണ്. നമ്മുടെ കാക്കകളും ഇവിടെ ഉണ്ട്. നമുക്കായി മാത്രം ഇന്നത്തെ വൃന്ദാവൻ ഗാർഡൻ. ആൾക്കാരാരുമില്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം ഞങ്ങൾ വരുമ്പോൾ റോസ് ഉണ്ടായിരുന്നു. അത് വീണ്ടും ഇപ്പോൾ ഇതാ മുകളിൽ കാണുന്നില്ലേ 2 വശം കളർ ചെടികൾ, അതെല്ലാം അന്ന് വെട്ടി റീപ്ലാന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ കൂടെയൊക്കെയാണ് കയറിയത്, ഈ സ്റ്റെപ്പിൽ കൂടെ ഒന്നും അല്ല. അതെ, അവിടേക്ക് പോയിരുന്നു നമ്മളന്ന്. കാരണം ഇത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്ന കാരണം ഇവിടെ കൂടെയൊക്കെ നമുക്ക് കയറാമായിരുന്നു. His Highness Maharaja Krishna Raja. വിഷ്ണു അതെ വിഷ്ണു വിജയലക്ഷ്മി വിനേഷ് കുമാർ അതെ 3 പേര്. ഓക്കെ താങ്ക്സ്.
ഇത് ഇത്രയും തറയിലെ വേരുകളാണ് കേട്ടോ. ഈ വേരുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു മടിയാണ്. എനിക്ക് പണ്ടേ ഈ പാമ്പ് കാണുക തന്നെ എനിക്ക് ഭയങ്കര ഒരു പാമ്പിനെയൊക്കെ ഇഷ്ടമാണ്. അതിൻ്റെ സ്ട്രക്ചറും അതിനും ഒരു ഭഗവാൻ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ജന്മമല്ലേ. ജന്മം മീൻസ് ഒരു സ്വരൂപം, അതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ എനിക്കൊരു ഭയങ്കര അറപ്പാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ ബ്രദറുമായിട്ട് വന്നപ്പോൾ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചിൽഡ്രൻസ് പാർക്കാണ് ഈ ഭാഗമൊക്കെ. പക്ഷേ ഇവിടെ റൈഡ്സ് എല്ലാം ഉണ്ടായിരുന്നു അന്നേ. അപ്പോൾ ഞാൻ കയറിയതായിട്ടാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡുമായിട്ട് വരുമ്പോൾ അങ്ങനെയൊന്നും പോകത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കരടിയുടെ ഒരു ഇതൊക്കെ കാണാം. പിന്നെ ഇവിടെ ഇതാ ശിവനും ഒരു നാഗരയൊക്കെ വെച്ചിരിക്കുന്ന ഇങ്ങനത്തെയൊക്കെ രൂപങ്ങൾ ഇതാ ഇവിടെ പീക്കോക്കുണ്ട്. പിന്നെ ഇത് അവിടെ ബഫല്ലോ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല. ക്രോക്കഡൈലാണ് കേട്ടോ. ഇതിനകത്ത് ക്രോക്കഡൈലാണ്. അപ്പോൾ ഇതുപോലൊക്കെ അവിടേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പിള്ളേർക്ക് ആടാനും കളിക്കാനും ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ പടുകൂറ്റൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഉറക്കം തൂങ്ങി പോലെ എന്തോ ഒരു മരമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേരുകൾ ഇങ്ങനെ തറയിൽ കണ്ടോ, സ്നേക്സ് പോലെ ഉണ്ട്, നിറയെ ഉണ്ട്. അതും കാണാനൊരു ഭംഗിയാണ്. പക്ഷേ ഹസ്ബൻഡ് അങ്ങോട്ട് വരാത്ത കാരണം ഞാൻ പോകുന്നില്ല. എൻ്റെ ബ്രദറാണെങ്കിൽ എൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്നനായിരുന്നു, ഞാൻ പോയനായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഒരു 100 പ്രാവശ്യം ഞാൻ അവനെ ഇങ്ങനെ ഓർത്തോണ്ടേയിരിക്കും. പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഞാനും അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡാണ് എനിക്ക്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കയറി പോകണം ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ്. ഞാൻ ചെയ്യുകയും ചെയ്യും. റൈഡ്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഹൈറ്റിലുള്ള റൈഡ്സും ചെയ്യും. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ എൻ്റെ മാരേജ് വരെയൊക്കെ അങ്ങനെ ഒരു ഇങ്ങനെ പാമ്പറിങ് എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ വളർത്തിയതാണ്. പക്ഷേ അതെല്ലാം എനിക്ക് പിന്നെ അതങ്ങ് മാറുന്നുണ്ടല്ലോ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നമ്മളെടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ കാര്യം. അപ്പോൾ അതങ്ങനെ ബ്രദറുമായിട്ടൊക്കെ പിന്നെ വരുമ്പോൾ അവർ പോലും അറിയാതെ അവർ നീ കയറണ്ട എന്നൊക്കെ പറയും. പക്ഷെ ഞാനങ്ങ് കയറും കേട്ടോ. കയറുമ്പോൾ അത് പിന്നെ അത് ശീലമായി മാറി ഇപ്പോൾ. അതാ കാര്യം. അപ്പോൾ ഞങ്ങൾ ഒരു ഭാഗം അത്രയും കണ്ടിട്ട് ഇപ്പോൾ ഈ പാലം വഴിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഗാർഡനിലേക്ക് പോവാണ്. പറഞ്ഞല്ലോ റിവർ ക്രോസ് ചെയ്താണ് നമ്മൾ ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഗാർഡൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാണുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് ഈ ഫിഷൊക്കെ അവിടെ സൈഡിൽ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു വിൽക്കാനായിട്ട്, നാട്ടിലുള്ളത് പോലെ. അന്നേരം ഞാൻ വന്നത് ഞങ്ങളൊരു ഓട്ടോയിലാണ്. ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ കാവേരി റിവറിൽ നിന്നും ഇതിനൊരു ലേക്കുണ്ട്, അതിനോട് ചേർന്ന് ആ ലേക്കിൽ നിന്നൊക്കെ പിടിക്കുന്ന ഫിഷിനെയാണ് അവരവിടെ വിൽക്കാനായി കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെ അടുത്തൊന്നും സമുദ്രമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. കാരണം അവനോട് വരുമ്പോൾ ബത്തനോട് ഒരു മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്തു, വൈകുന്നേരം 5 മണിയൊക്കെ ആയി ഞങ്ങളിവിടെ എത്തുമ്പോൾ. അപ്പോൾ തന്നെ അവർ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു. 5 മണിക്കോ 5 മണിക്കെങ്ങാണ്ടോ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. കാരണം 9 മണിക്ക് മുമ്പായിട്ട് അവരെല്ലാ ആൾക്കാരെയും പുറത്തിറക്കും. 7 മണിക്കോ 7:30 എങ്ങാണ്ട് ഇവിടെ ഒരു മ്യൂസിക് ലൈറ്റ് ഉണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഉണ്ട് 8:30ക്കോ 9 മണിക്കോ എങ്ങാണ്ട് 2 പ്രാവശ്യം കൊണ്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ലൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ആൾക്കാരെയൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ലൈറ്റ് കണ്ടു 7 മണിക്കുള്ള. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി എന്നുള്ളതാണ്. മിക്കവാറും അവനോടൊപ്പം വരുമ്പോൾ അവൻ്റെ ഐക്യൂവിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയും ഒരു സമയത്തിനൊക്കെ ചെന്ന് കയറണം. നമ്മൾ ഭക്ഷണമൊക്കെ ഡിന്നറും ഒക്കെ കറക്റ്റ് ടൈമിന് കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട്
ഞാൻ പറഞ്ഞത് 5 മണിക്കായാലും 6 മണിക്കായാലും അവിടുത്തെ മാക്സിമം ടൈമിനുള്ളിൽ നമ്മൾ കണ്ടിറങ്ങും. അപ്പോൾ അന്ന് ഇങ്ങോട്ടേക്ക് വന്നില്ല ഞങ്ങൾ. നൈറ്റായിപ്പോയി, കാണാൻ പറ്റത്തില്ല, വെറും ലൈറ്റ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ ഇങ്ങോട്ട് വന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പുറത്തെ സൈഡ് പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതുപോലൊക്കെ ഗാർഡൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൂരെയൊക്കെ ഫൗണ്ടനൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ? ഫൗണ്ടനും ഗാർഡനും ഒക്കെ കാണുന്നുണ്ട്. നോക്കാം. ഇവിടെ എല്ലാം ഇങ്ങനെ ഫോറസ്റ്റ് പോലാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വാട്ടർഫോൾ പോലെ. കുറേ അധികം വേസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ, കുപ്പികളൊക്കെ. പക്ഷെ റോഡൊക്കെ ഭയങ്കര ക്ലീൻ ആയിരുന്നു. പിന്നെ പറയാൻ പറ്റില്ലല്ലോ, ഈ സ്റ്റേറ്റിലുള്ളവർ മാത്രമല്ലല്ലോ ഇവിടെ കാണാനും കേൾക്കാനും വരുന്നത്. കണ്ടോ? ഹായ് 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 ഹായ്. തെരവൂലെയാണ് കേട്ടോ വെള്ളം പോകുന്നത്. ഹായ് 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 ഹായ്. ഇതാണ് നമ്മുടെ കാവേരി റിവറിൻ്റെ ഉണ്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഉണ്ടോ ചുഴി പോലെ ഉണ്ടോ, ചുഴി പോലെ പോയിട്ട് വെള്ളം ഉണ്ട്. ഇവിടെ അങ്ങനെ തന്നെ, ഈ സൈഡിലും അങ്ങനെ തന്നെ. എന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങ് വീഴുക. ഇതിങ്ങനെ അങ്ങ് ഒഴുകി പോകുന്നു. കുറച്ച് ഭാഗം അവിടെ ഒരു ലേക്ക് പോലെ കെട്ടിക്കിടക്കുന്നു. അവിടുന്ന് അങ്ങനെ ഒഴുകി പോവുമായിരിക്കും റിവറായിട്ട്. കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല. എന്നല്ല, ഇവിടുത്തെ നാട്ടുകാരല്ലാത്തവരായിരിക്കും ഈ വന്ന് വൃത്തികേടാക്കിയൊക്കെ ഇട്ടിട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോഴും ക്ലീനാണ്. മരമൊക്കെ വെട്ടി ഇട്ടിരിക്കുന്നു. അവരകത്ത് തൂത്ത് ക്ലീനായിട്ട് വൃത്തിയായിട്ടൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ. ഇവിടെ നിന്നും ഇങ്ങനെ ഉണ്ട് കേട്ടോ, കണ്ടോ? നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ അപ്പുറത്തെ ലേക്ക് പോലെയുള്ളതിൻ്റെ അപ്പുറത്താണ്, ആ ഫൗണ്ടൻ്റെ അപ്പുറത്താണ് നമ്മൾ നിന്നത്. അവിടെ നിന്ന് നടന്ന് നമ്മൾ ഇവിടെ എല്ലാം കണ്ട് ഈ പാലത്തിൽ കൂടെ ഈ പാലത്തിലൂടെ ഇങ്ങനെ വന്നു. അതായത് സ്ട്രെയിറ്റ് വേ ആണ്. കാണുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ അവിടെ നിന്നു,
അതിൻ്റെ സ്ട്രെയിറ്റ് വേ ആണ്. അവിടെ ഒരു ദേവിയുടെ ഒരു പ്രതിമ കണ്ടു. അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് വേ ആ. ഇങ്ങനെ ഇവിടെ ഒരു എന്താ പറയുക പടവ്, അവിടെ സൈഡിലെല്ലാം ഇങ്ങനെ ഗാർഡനും, അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ പോയി ഇതാ കണ്ടോ. ഇങ്ങനെയാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഇതൊന്ന് കാണണ്ടേ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടോ. ഇവിടാണ് അങ്ങറ്റം നമ്മൾ നിന്നത്. അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ വന്നിട്ട് കണ്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഞാൻ കുറച്ചിങ്ങനെ പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ അന്ന് വന്നപ്പോഴും കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സീസൺ അല്ലായിരിക്കും, അതായിരിക്കും തോന്നുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വൃശ്ചിക മാസത്തെ ഒരു തണുപ്പൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിലുള്ള ഒരു കടലപ്പൂ പോലത്തെ ഒരു ചെടിയാണ്. കണ്ടോ ഇവിടേക്ക് അത് ഭംഗിയായിട്ട് ഇതേ സെയിം കണ്ടോ. അവിടത്തെ പോലെ തന്നെ ഇവിടെയും അനദർ ഗാർഡൻ, മറ്റൊരു ഗാർഡനാണ്. ഇതിൻ്റെ സ്ട്രെയിറ്റ് നമുക്ക് കാണാൻ പറ്റും. അവിടത്തെ പോലെ തന്നെ കേട്ടോ. ഉണ്ടോ? ഹായ് 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 ഉണ്ടോ? അതേ ഇത് തന്നെ ഇവിടെയുമുണ്ട്. ദേ ഉണ്ടോ? അപ്പം നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് ഒരു ഫോട്ടോ ഇവിടെ എടുക്കാം. സൈഡെല്ലാം അതുപോലെ തന്നെയാണ്. ഈ സൈഡിൽ പിന്നെ ഇതെല്ലാം സൂക്ഷിക്കുന്ന സംരക്ഷകരാണെന്ന് തോന്നുന്നു, സെക്യൂരിറ്റീസൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ പോവാം. ഇവിടെയൊക്കെ ഇപ്പോൾ കാണുന്ന ഒരു ചെടി എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതുപോലത്തെ തന്നെയാണ്. കണ്ടില്ലേ? ഇതിനാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു ഇതെന്ന് പറയുന്നത്. സാധാ ബൊഗൻവില, അടുക്ക് ബൊഗൻവിലയും പിന്നെ സീനിയാസ്, പല ടൈപ്പ് സീനിയാസ് ഉണ്ടല്ലോ. അതാണ് വൈറ്റ്, പിങ്ക്, റെഡ്, എങ്ങനെയാണ്. ഇത് ഡാർക്ക് മജന്ത, കണ്ടില്ലേ? സീനിയ, ഇവിടുത്തെ പോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഒരു മണ്ഡപവും, മണ്ഡപത്തെ തുടർന്ന് ഇങ്ങനെയുള്ള രണ്ട് വശവും ഇരുവശങ്ങളിലും ബൊഗൻവില്ല. അവിടെ ബൊഗൻവില്ല അല്ല ഉണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞല്ലോ. വേറെ പൂക്കാത്ത ചെടികളൊക്കെ ആയിരുന്നു അവർ നട്ട് വളർത്തിയിരുന്നത്. പക്ഷേ എന്നാലും ഞാൻ ഗാർഡൻ്റെ കാര്യം പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നു സീസണൽ ഫ്ലവേഴ്സ് ആയിരിക്കും ഇവിടെ കൂടുതലും. അന്ന് ഞങ്ങൾ വരുമ്പോൾ നല്ല റോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇത്രയും ബൊഗൻവില്ലകളാണ് ഇങ്ങനെ. പിന്നെ സീനിയ, ഈ ഭാഗത്താണ് സീനിയ ഉള്ളത്. കണ്ടോ? ഇപ്പോൾ ശരിക്കുള്ള വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക്. അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് അപ്പുറത്തെ സൈഡ് നമ്മൾ നിന്ന സ്ഥലം, അവിടെ നിന്നുള്ള വാട്ടർഫോൾസൊക്കെ ആയിട്ട് ഇത്രയും വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റ്സൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് അവിടെ നിന്നിട്ട് ഇവിടെ വരെ കാണാനായിട്ട് അല്ലേ.
ഇത്രയേ ഉള്ളൂ വൃന്ദാവൻ ഗാർഡൻ. ഉണ്ടോ ഇനി മുകളിലോട്ടുണ്ടോ ഉണ്ടോ? ഞാൻ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചു നോക്കണം, അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഉണ്ടോ? ഇതാണ് ശരിക്കുള്ള വൃന്ദാവൻ ഗാർഡൻ വ്യൂ. ഇവിടെ ശ്രീപരമേശ്വരൻ്റെ പ്രതിമയാട്ടോ, കണ്ടോ? ശ്രീപരമേശ്വരൻ്റെ പ്രതിമയാണ് വെച്ചിരിക്കുന്നത്. അവിടെ ലാസ്റ്റ് ഈ വാട്ടർഫോൾ ഉണ്ടല്ലോ, അവർ വെച്ചിരിക്കുന്ന ഫാൻസി വാട്ടർഫോൾ അവിടെ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ബാക്കിൽ കൃഷ്ണരാധയുടെ പടവും, ബാക്കിൽ ചുവരോട് ചേർന്ന് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു ചെറിയ കണ്ടില്ലേ ഒരു ട്രയാങ്കിൾ പോലെ ഒരു ടൈൽസ് വെച്ചിട്ടുള്ള ഒരു പരിപാടി. അവിടെയാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പടമായിരുന്നു, ഫ്രണ്ടിൽ ഇങ്ങനെ കൃഷ്ണരാധ പടമാണ്. ഇവിടെ ശ്രീപരമേശ്വരൻ്റെ കണ്ടോ ഒരു രൂപമാണ്. പിന്നെ അങ്ങോട്ടേക്ക് അവിടുത്തെ പോലെ തന്നെ സെയിം വാട്ടർഫോൾസ് ഒക്കെയാണ്. ഇനി ഏറ്റവും മുകളിൽ പോയി മണ്ഡപത്തിനുള്ളിൽ നിന്ന് നോക്കാം. ആക്ച്വലി ഇത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉണ്ടോ ആ ബാക്കിലുള്ളതൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്നതാണെങ്കിലും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മ്യൂസിക്കൽ ലൈറ്റ്സ് വരുമെന്ന് പറഞ്ഞില്ലേ, ആ ഫൗണ്ടൻസ്, അപ്പോൾ അതിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. ഇനി ഒരിക്കൽ നൈറ്റ് വന്ന് കാണാം ഇതെല്ലാം. അപ്പോൾ ആദ്യം ഇങ്ങോട്ടേക്ക് തന്നെ വരണം, എന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പക്ഷേ അച്ഛനും മോനും കൂടെ മുകളിലേക്ക് ഡാം കാണാൻ പോയിരിക്കുവാണ്. അപ്പോൾ അഥവാ ആണെങ്കിൽ തന്നെയും ഇവിടെ മോൻ്റെ വീഡിയോ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. കണ്ടോ, അവർ പോയി കണ്ടതാണ്, ആ ഒരു ഷട്ടർ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും ഇവർ കാവേരിയുടെ ഡാം ഇവിടെ ഗാർഡനകത്തുള്ള ഡാമിൻ്റെ അവിടെ വരെ പോയി നോക്കിയിരിക്കുന്നു. അതിൽ ഒരു ഷട്ടർ മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോഴ്സാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കാവേരി നദിയുടെ കൈവഴിയാണത്രേ ഇതെല്ലാം. ഇല്ലേ, ഞാൻ വിചാരിച്ചു ഇത് ലേക്കായിരിക്കും കേട്ടോ ഇത്രയും കണ്ടപ്പം. അല്ല, അത്രേ ദൂരെ ദേ ഒരു ബ്രിഡ്ജെല്ലാം കാണുന്നുണ്ട്. ഇതാ ഒരു ബ്രിഡ്ജെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അവിടെ നിന്നും ഇങ്ങനെ ഒഴുകി വരികയാണ് വാട്ടർ. എന്നിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവുകയാണ്. ഇതാ ഇവിടെ കുറച്ച് ഞാനിത് കാണിക്കാനാണ് ഈ വീഡിയോ. ഓണപ്പുല്ല് പോലെ ഒരു പുല്ല് പിടിച്ചിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? അതിൽ 2-3 കളറുണ്ട്. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്ത് ഭംഗിയാണല്ലേ. നാച്ചുറലായിട്ട് തന്നെ ഇവിടുത്തെ എല്ലാ ചെടികൾക്കും ഓരോരോ വിധ പൂക്കളുണ്ട് കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ അതറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ നാട്ടിലേക്ക് ഓണപ്പുല്ല് പോലത്തെ ഒരു പുല്ലാണ്, പക്ഷേ അതും ഒരു ഭംഗിയായിട്ടൊക്കെ പൂത്തിരിക്കുന്നു കേട്ടോ. ഒരു യെല്ലോ കളറുണ്ട്. യെല്ലോ കളർ റെയറായിട്ടാണ്. അപ്പുറത്തെ സൈഡിലാണ്, ആ നദിയുടെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആ യെല്ലോ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്രയായി എത്രയൊക്കെ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയാണ്. ഇവിടെ ബോട്ടിംഗ് സൗകര്യമുണ്ട്. ഇപ്പോഴല്ല, ഈവനിങ് ആയിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഉണ്ടല്ലോ ബോട്ടിങ്. ബോട്ടെല്ലാം അവിടെ കെട്ടിയിട്ടിരിക്കട്ടെ ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈവനിങ് ആണ് ബസ്. നമുക്ക് ഞാനിവിടെ മീനൊന്നും കണ്ടില്ല, പക്ഷേ മീൻ കൊത്താൻ വേണ്ടിയിട്ട് കുളക്കോഴികളും പിന്നെ എന്താണ് കൊക്കുകളും ഒക്കെ ഉണ്ട്. മീനൊന്നും കണ്ടില്ല. പക്ഷെ ഇപ്പോൾ KRS ഗ്ലാസ് ഹൗസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ ഇവിടെ അലൗഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എന്താണെന്നുള്ളത് പോയി നോക്കാം നമുക്ക്.
ഹായ് 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 ഹായ്. എൻ്റെ ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. ഇതെല്ലാം ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. ഇത് എവർലാസ്റ്റിംഗ് ഫ്ലവേഴ്സാണോ? ഇതാണ്ട ഇതിൽ ഉണങ്ങിയതുപോലെ അല്ലേ ഈ ഫ്ലവേഴ്സ് ഇരിക്കുന്നത്? വെരി നൈസ്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് എങ്ങനെ കണ്ടുപോകാം. ആക്ച്വലി എന്നെ പോലെയുള്ളവർക്കാണെങ്കിലും ഇതെല്ലാം ഒരു ദിവസം ഇരുന്നാലും കണ്ടാലൊന്നും പോരാ. നമ്മുടെ നാട്ടിൽ കുഴിപ്പള്ളം ഗാർഡൻസിൽ അവിടെ പോയിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ദിവസം ലഞ്ചും കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിച്ച് അവിടേക്ക് കണ്ടു വരണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അങ്ങനത്തെ അത്ര സമയം വേണം എനിക്ക് ഇതൊക്കെ കാണാൻ. നല്ലൊരു ഹൗസ്. ഇത് ഫ്ലവേഴ്സ് കൊണ്ട് അവരുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് എവർലാസ്റ്റിംഗ് ഫ്ലവേഴ്സ് ആണോ ഫ്ലവേഴ്സ് വാടിപ്പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതേ ഉണ്ടോ? കണ്ടപ്പോൾ എനിക്ക് ജമന്തിപ്പൂ വാടിപ്പോയതുപോലെ തോന്നുന്നു എനിക്ക് കണ്ടപ്പോൾ. ഇതെല്ലാം ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ സീസണല്ലെന്ന് തോന്നുന്നു. ഇനി എന്തായാലും ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. ഇതാ ചർക്ക പോലെ അതും ഫ്ലവറിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതാരാ അടിച്ചു പൊട്ടിച്ചിരിക്കുക? ആരോ അവിടെ എറിഞ്ഞു പൊട്ടിക്കുക, അടിച്ചു പൊട്ടിക്കുക, എന്തോ ചെയ്തിരിക്കുന്ന കേട്ടോ ഗ്ലാസ്. അപ്പം ഇതായിരുന്നു ഇവിടുത്തെ വിശേഷം. വരൂ 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 വരൂ, ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ട നമുക്ക്. അപ്പോൾ അതായിരിക്കും ആ വാതിൽ അവർ ക്ലോസ് ചെയ്തിരിക്കുന്നു. ആരോ എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോർട്ടിക്കൾച്ചറിനെ അവരുടെ ടൂറിസം സംഭവവും കണ്ടു. പുറത്തിറങ്ങി നമ്മൾ ഇവിടെ കൂടെയാണോ എക്സിറ്റ്? അപ്പോൾ നമുക്ക് മാത്രമായ വൃന്ദാവൻ ഗാർഡനിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങുന്നു. അപ്പം വൃന്ദാവൻ ഗാർഡൻ ഒരു ബൈ ബൈ പറഞ്ഞ് പുറത്തു പോകുന്നു. ഇങ്ങനെയുണ്ട് ഇവിടെ ആൾക്കാർ കേട്ടോ, ബാഗ് നോക്കിക്കൊള്ളാൻ പറയുന്നു. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.